ഡൽഹി കലാപക്കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി വിചാരണയില്ലാതെ 6 വർഷമായി തിഹാർ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിൻ്റെ ഒരു അഭിമുഖം ബ്രിട്ടീഷ് ദിനപത്രമായ ദ ഗാർഡിയൻ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. വിചാരണയില്ലാതെ 6 വർഷം തടവിൽ കഴിഞ്ഞപ്പോൾ താൻ തീർത്തും ഒറ്റപ്പെട്ടു എന്ന തോന്നലാണ് തനിക്കുണ്ടായത് എന്നാണ് ഉമർ ഖാലിദ് പറയുന്നത്. ഡൽഹിയിൽ CAA NRC വിരുദ്ധ സമരങ്ങളെ കലാപം കൊണ്ട് നേരിട്ട BJP, കലാപത്തിന് ആഹ്വാനം നൽകിയ BJP, ആ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോഴും FIR ഇടാതെ നിരപരാധികളായ നിരവധി മനുഷ്യരെ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിൽ അടക്കുകയായിരുന്നു BJP. സമരത്തിന് നേതൃത്വം നൽകിയെന്ന കാരണത്താൽ ഡൽഹി കലാപത്തിൻ്റെ സൂത്രധാരൻ എന്ന രീതിയിൽ ഉമർ ഖാലിദിനെ ടാർഗറ്റ് ചെയ്യുകയും 6 വർഷമായി വിചാരണ കൂടാതെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയുമാണ്. ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായി ഉമർ ഖാലിദ് മാറുകയായിരുന്നു. തനിക്കെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ചോദ്യം ചെയ്യേണ്ട പൗരസമൂഹം കാണിക്കുന്ന നിസ്സംഗതയും മൗനവും തന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയെന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. മാത്രമല്ല, പൗരസമൂഹത്തിൻ്റെ, സിവിൽ സൊസൈറ്റിയുടെ, പ്രതിപക്ഷ പാർട്ടികളുടെ, മനുഷ്യാവകാശ സംഘടനകളുടെ നിസ്സംഗതയും മൗനവും ഭരിക്കുന്ന പാർട്ടിക്ക്, ഫാഷിസ്റ്റ് ശക്തികൾക്ക് കൂടുതൽ ക്രൂരത തനിക്കെതിരെ ചെയ്യാൻ ഏൽപ്പിച്ചു എന്നാണ് ഉമർ ഖാലിദ് പറയുന്നത്. തടവിൽ പോയ ശേഷം ഇത്രയും ദീർഘമായ ഒരു അഭിമുഖം വരുന്നത് ആദ്യമായിട്ടാണ്. ഗാർഡിയൻ അയച്ചു കൊടുത്ത ചോദ്യങ്ങൾ ജയിലിൽ ബന്ധുക്കൾ കൈമാറുകയും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഉമർ ഖാലിദ് അഭിമുഖമായി നൽകിയത്. ദീർഘകാല ജയിൽവാസം ഉണ്ടാക്കുന്ന വ്യക്തിപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, രാജ്യത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ഉമർ ഖാലിദ് ആ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ദീർഘകാലം വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്നത് മനുഷ്യനെന്ന നിലയിൽ ഈ ലോകത്ത് നിലനിൽക്കാനുള്ള പോരാട്ടമാണെന്ന് ഉമർ ഖാലിദ് പറയുന്നു. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്നത് തന്നെ ഒരു പ്രത്യേകമായ അവകാശമാണെന്ന തിരിച്ചറിവാണ് ജയിൽവാസം തനിക്ക് നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദീർഘകാല തടവ് പലരുടെയും കണ്ണുകളിൽ തന്നെ മനുഷ്യനായല്ല, മറിച്ച് കേവലം ഒരു പ്രതിച്ഛായ മാത്രമാക്കി മാറ്റിയിരിക്കുന്നു. വ്യാജവാർത്തകളും വിദ്വേഷ പ്രസംഗങ്ങളും ഇന്ത്യയിൽ ഇന്ന് സാർവത്രികമായിരിക്കുന്നു, സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഇതിൽ അദ്ദേഹം ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ഇന്ത്യ ഇപ്പോൾ ഒരു സത്യാനന്തര സമൂഹമായി മാറിയിരിക്കുന്നു എന്നാണ് ഉമർ ഖാലിദ് പറയുന്നത്. 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ ഗൂഢാലോചന കുറ്റം ചുമത്തി UAPA നിയമങ്ങളനുസരിച്ച് ജയിലിലടക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, നീതിയുടെ, സത്യത്തിൻ്റെ എല്ലാ കണികകളും നഷ്ടപ്പെട്ട ഇരുണ്ട ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധ്യമാണ് ഉമർ ഖാലിദിൻ്റെ ദീർഘമായ ജയിൽവാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.